ഹായ് എവ്രി വൺ. പി കെ ലേണിങ്സിൻ്റെ ഇംഗ്ലീഷ് PYQ സീരീസിലെ 2020 വൊക്കാബുലറി ഗ്രാമർ പോർഷൻസ് ആയിട്ടായിരുന്നു നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് വൊക്കാബുലറിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രാമറാണ് 2020 കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഗ്രാമറിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ ഗ്രാമറിൽ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടെൻസസും ഇമ്പോർട്ടൻ്റ് ആണ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇതിനകത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ടെൻസസ് പഠിക്കാനാണ് ബുദ്ധിമുട്ട്, പക്ഷേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഈസിയാണ്. ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അത്ര ഡിഫിക്കൽട്ടൊന്നും അല്ല. KSന്ന് വന്ന 1-2 ക്വസ്റ്റ്യൻസ് മാത്രം കുറച്ച് ട്രിക്കി ആയിരുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഡൂവബിൾ ആണ്. ആൻഡ് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് ആണെങ്കിൽ ആ 3 കണ്ടീഷണൽ സെൻറ്റൻസുകൾ എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ നമ്മൾ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസിൻ്റെ കുറവാണ്. നമുക്കിന്ന് കുറച്ച് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ടെൻസസിൽ ആദ്യത്തെ ചോദ്യം ദേ ഡാഷ് ഫോർ യു എന്നുള്ളതാണ്. വെയിറ്റ്സ് ആണോ, ഈസ് വെയിറ്റിംഗ് ആണോ, വെയിറ്റ് ആണോ, ആർ വെയിറ്റിംഗ് ആണോ? അതായത് ദേ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ എന്തായാലും പ്ലൂറൽ വേർബ് ആയിരിക്കണമല്ലോ. ഹെൽപ്പിംഗ് വേർബ് എന്തായിരിക്കണം, ഈസ് ആയിരിക്കുമോ ആർ ആയിരിക്കുമോ? ഈ വെയിറ്റ്സും വെയിറ്റും വരില്ല. അതായത് ദേ ഡാഷ് ഫോർ യു, അതായത് അവർ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇപ്പോഴും അവർ കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈസ് ആണോ ആർ ആണോ? ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആവുമ്പോൾ ആർ വെയിറ്റിംഗ്, ദേ ആർ വെയിറ്റിംഗ് ആണ് വരിക. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി, ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. ഇതിനകത്ത് ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, സോ ഇറ്റ് ടേക്സ് ആർ. സിൻസ് ദ ആക്ഷൻ ഈസ് ഹാപ്പനിങ് നൗ, അതെന്താണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐ ഡാഷ് ജസ്റ്റ് കം, ഞാൻ ഇപ്പം വന്നിട്ടേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് എന്ത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പം ഐയുടെ കൂടെ ഏതായിരിക്കും വെർബ് പോവാ? ഹാസ് ആണോ ഹാവ് ആണോ? വാസും ആമും അല്ല. ഐ ആം ജസ്റ്റ് കം എന്നും പറയില്ല, ഐ വാസ് ജസ്റ്റ് കം എന്നും പറയില്ല. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ ഹാസോ ഹാവോ വരുള്ളൂ. അതിനകത്ത് ഹാസ് ആണോ ഹാവ് ആണോ എന്നുള്ളതാണ്. അതിനകത്ത് ഐ ഹാവേ വരുള്ളൂ, ഹാസ് വരില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, ഹാവ് ആണ്. ഹാവ് ജസ്റ്റ് കം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ ദ സ്ട്രക്ചർ ഈസ് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിനകത്ത് എന്താണ്, കം ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ഈസ് വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി. ഇതിനകത്ത് ഈസ് വെയിറ്റിംഗ് എന്നുള്ളത് ശരിയാണോ? ശരിയല്ലെങ്കിൽ ഇതിനകത്ത് വേറെ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ടെൻസ് ബേസ്ഡ് അല്ല, ഇത് വരുന്നത് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിലാണ്. കാരണം എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെന്നിൽ ഗ്രൂപ്പ് ഓഫ് മെൻ എന്ന് പറയുമ്പോൾ അത് കളക്റ്റീവ് നൗൺ ആയി. കളക്റ്റീവ് നൗൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും മെൻ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ അല്ലേ, അപ്പോൾ പ്ലൂറൽ വരുമ്പോൾ ആർ വെയിറ്റിംഗ് അല്ലേ വരേണ്ടതെന്ന് വിചാരിക്കും. പക്ഷെ ഇത് ഗ്രൂപ്പ് ഓഫ് മെൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത് കളക്റ്റീവ് ആയതുകൊണ്ട് അതെന്തായി, സിംഗുലർ സബ്ജക്റ്റ് ആയി. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ വെർബ് എന്ത് വരണം, പ്ലൂറൽ സിംഗുലർ വെർബ് വരണം. അങ്ങനെയാണെങ്കിൽ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ഈസ് വെയിറ്റിംഗ് എന്ന് പറയുന്നതിന് അവരുടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരേണ്ട കാര്യമില്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ഈസ് വെയിറ്റിംഗ് ഇൻ എ ക്യൂ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ ആണ്, അവിടെ സിംഗുലർ ആയിട്ടാണ് അതിനെ എടുക്കുന്നത്, അതുകൊണ്ട് ഈസേ വരൂ, ആറ് വരില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഐ ഫിനിഷ് ദി എക്സാം ദ ട്രെയിൻ ഡാഷ്. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ 2 പാസ്റ്റ് ആക്ഷൻ വരുന്നുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അവിടെ വരുന്നതെങ്കിൽ ഹാഡ് ലെഫ്റ്റേ വരുള്ളൂ. ഓക്കെ, വെൻ ഐ ഫിനിഷ്ഡ് ദ എക്സാം ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. 2 പാസ്റ്റ് ആക്ഷൻസ് ആർ മെൻഷൻഡ്. ദ ട്രെയിൻ ലീവിംഗ് ഹാപ്പൻഡ് ബിഫോർ യു ഫിനിഷ് ദി എക്സാം. അപ്പം എന്താണ്, ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റ്. ഹാസ് ലെഫ്റ്റും ഈസ് ലീവിങ്ങും ഒക്കെ പാസ്റ്റ് പെർഫെക്റ്റിൽ വരുന്നതല്ല. ഐ ഡാഷ് ഇംഗ്ലീഷ് ഫോർ 10 years. ഞാൻ 10 വർഷമായി ഇംഗ്ലീഷ് പഠിക്കുന്നു, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ അത് എന്താണ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ പറയുക, ഐയുടെ കൂടെ ഐ ഹാസ് ബീൻ സ്റ്റഡിങ് അല്ല, സ്റ്റഡീഡ് പാസ്റ്റ് ആണ്. ഹാഡ് ബീൻ ആണോ ഹാവ് ബീൻ ആണോ? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഐയുടെ കൂടെ എന്താ വരിക, ഹാവ് ആണ്. സോ ഇറ്റ് ഈസ് ഹാവ് ബീൻ സ്റ്റഡിങ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, 10 വർഷം ഡ്യൂറേഷൻ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹാസ് ബീൻ സ്റ്റഡിങ്, ഹാസ് എവിടെ വരിക, ഹീ ഷീ ഇറ്റിൻ്റെ കൂടെയാണ് വരിക.
ഹാഡ് ബീൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലേ വരൂ. സ്റ്റഡീഡ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഹാവ് ബീൻ സ്റ്റഡിങ് ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഇനി ദ എർത്ത് ഡാഷ് അറൌണ്ട് ദ സൺ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഫാക്ട് അതൊക്കെ വരുമ്പോൾ എന്താണ്? പ്രസന്റ് ആണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദ എർത്ത് ഡാഷ് അറൌണ്ട് ദ സൺ എന്ന് പറയുമ്പോൾ ഈസ് റൊട്ടേറ്റിംഗ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, റൊട്ടേറ്റിംഗും അല്ല. ദ എർത്ത് റൊട്ടേറ്റ്സ് ആണോ റൊട്ടേറ്റ് ആണോ? ദ എർത്ത് സിംഗുലർ ആയതുകൊണ്ട് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഏതാണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അത് റൊട്ടേറ്റ് ആണോ റൊട്ടേറ്റ്സ് ആണോ? റൊട്ടേറ്റ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദ എർത്ത് റൊട്ടേറ്റ്സ് അറൌണ്ട് ദ സൺ. യൂണിവേഴ്സൽ ട്രൂത്തോ സയന്റിഫിക് ഫാക്റ്റോ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The roof may have been leaking for the past few weeks, but you do not have to worry about it any longer. It dash now. ഇത്രയും നാൾ അത് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത്? റൂഫ്. പക്ഷെ അതിനെക്കുറിച്ച് ഇനി നീ വറി ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത്. ബിക്കോസ് നൗ ആണ് ഇവിടെ കീവേഡ് വരുന്നത്. അതെന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈസ് ബീങ് റിപ്പയർഡ് ആണ് വരേണ്ടത്. ഈ പ്രസന്റ് കണ്ടിന്യൂസിൽ ഇൻ പാസീവ് ആക്ഷൻ ഇൻ പാസീവ് ഈസ് ഓർ ആർ ബീങ് പ്ലസ് V3 ഫോമിലേക്ക് മാറ്റിയിട്ടായിരിക്കും നമ്മൾ ചെയ്യാം. ഓക്കെ. ഇനി ഓവർ ദ ലാസ്റ്റ് 50 years മൊബൈൽസ് ഡാഷ് ഡ്രമാറ്റിക്കലി. കഴിഞ്ഞ 50 വർഷമായിട്ട് മൊബൈൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ്. ഹാവ് ബീൻ ഡെവലപ്ഡ്, വേർഡ് ഡെവലപ്ഡ്, ആർ ബീങ് ഡെവലപ്ഡ്. കഴിഞ്ഞ 50 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് പ്രോസസ് ഇപ്പോഴും കണ്ടിന്യൂയിങ് അല്ലേ? എന്ന് വെച്ചാൽ അത് എന്ത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അവിടെ എന്താ വരിക? ഹാവ് ഡെവലപ്ഡ് ആണ് വരിക. സി അല്ലേ ആൻസർ വരേണ്ടത്? അതെ. ഓവർ ദ ലാസ്റ്റ് 50 years മൊബൈൽസ് ഹാവ് ഡെവലപ്ഡ് ഡ്രമാറ്റിക്കലി. പ്രസന്റ് പെർഫെക്റ്റ് സിമ്പിൾ ആണ് വരുന്നത്. അവിടെ മൊബൈൽസ് ദംസെൽസ് ഡെവലപ്പിംഗ്, നോട്ട് സംവൺ ഡെവലപ്പിംഗ് ദം. ആക്റ്റീവ് വോയിസിലാണ്. ആൻഡ് ടിൽ നൗ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് സിമ്പിൾ എടുത്തത്. ആൻഡ് സോ ഇറ്റ് ഇസ് ഓപ്ഷൻ സി, മൊബൈൽസ് ഹാവ് ഡെവലപ്ഡ് ഡ്രമാറ്റിക്കലി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐ ഡാഷ് നെവർ ഡാഷ് ടു ഷിംല. ഐ നമ്മൾ പറഞ്ഞു ഹാവേ വരുള്ളൂ. ഹാവ് വരുന്നത്. ഐ വാസ് നെവർ വരില്ല, ഐ ഹാസ് നെവർ വരില്ല. ഐ ആം ഇവിടെ കറക്റ്റ് അല്ല. അപ്പൊ ഹാവ് നെവർ ബീൻ ടു ഷിംല എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഐ ഹാവ് നെവർ ബീൻ ടു ഷിംല. ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ലൈഫ് എക്സ്പീരിയൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഇത് വരുന്നത്. അടുത്തത് മൈ ബ്രദർ ഡാഷ് ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. മൈ ബ്രദർ ഈസ് നോ ആണോ? അല്ല. മൈ ബ്രദർ നോ ആവാം. നമുക്ക് നോക്കാം. നോയിങ്, മൈ ബ്രദർ നോയിങ് ദി ആൻസർ എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. നോയിങ് എന്നൊരു വേർഡ് ഇല്ല. ഡി നോസ്. അപ്പൊ നോ ആണോ നോസ് ആണെന്നുള്ളതാണോ? മൈ ബ്രദർ നോസ് ദി ആൻസർ. ഇതും കറക്റ്റ് ടെൻസിൽ വരുന്നതല്ല, സബ്ജക്ട് വേർബ് അഗ്രിമെന്റിൽ വരുന്നതാണ്. നോസ് ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആണ് വരിക. കാരണം മൈ ബ്രദർ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. മൈ ബ്രദർ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആണ്. നോയുടെ കൂടെ എസ് ഇട്ട് നോസ് ആക്കി ആ വെർബിനെ നമ്മൾ എന്താക്കണം? സിംഗുലർ വെർബ് ആക്കിയിട്ട് വേണം ഇതിന് ആൻസർ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നോസ് ആൻസർ വരുന്നത്. I think I will buy these shirts. It dash me really well. They were fitting. അപ്പൊ അന്ന് ഫിറ്റ് ചെയ്തിരുന്നു, ഇന്ന് ഫിറ്റ് ചെയ്യുന്നില്ല എന്നാണോ? അങ്ങനെയല്ല. They fit me really well. They are fitting me really well. They have fit me. They have fit me എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആയിപ്പോയി. അതല്ല. They are fitting me really well അല്ലെങ്കിൽ they fit me really well. ഇതിൽ ഏതാണ് ആൻസർ വരിക? ബി എ ആൻസർ വരുള്ളൂ. ദ ഫിറ്റ് മീ റിയലി വെൽ. ജനറൽ ട്രൂത്തോ കറന്റ് സ്യൂട്ടബിലിറ്റിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഫിറ്റ് കാണിച്ചാൽ മതി. സി എന്തായിരുന്നു? ദ ഫിറ്റിംഗ് എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അത് പ്രസന്റിൽ കാണിച്ചാൽ മതി. സിമ്പിൾ പ്രസന്റിൽ കാണിച്ചാൽ മതി. വേർ ഡാഷ് ദ ബുക്ക്. ഡിഡ് യു കീപ്, കെപ്റ്റ് യു, ഡിഡ് യു കെപ്റ്റ്, നൺ ഓഫ് ദിസ്. നീ എവിടെയാണ് ആ ബുക്ക് വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പാസ്റ്റ് ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. കെപ്റ്റ് യു എന്നുള്ളത് കറക്റ്റ് യൂസേജ് അല്ല. ഡിഡ് യു കെപ്റ്റിൽ 2 പാസ്റ്റ് വരുന്നുണ്ട്. ഡിഡ് കഴിഞ്ഞാൽ കെപ്റ്റ് എന്നല്ല കീപ്പ് എന്നാണ് വരേണ്ടത്. ഡിഡ് കഴിഞ്ഞാൽ പാസ്റ്റ് അല്ല, ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഡിഡ് യു കീപ്പേ വരുള്ളൂ. അപ്പൊ എ ആണ് ആൻസർ വരുന്നത്. വേർ ഡിഡ് യു കീപ് ദ ബുക്ക്. പാസ്റ്റ് ടെൻസിലാണ് വരേണ്ടത്. ഡിഡും സബ്ജക്റ്റും ബേസ് വേർബേ വരാൻ പാടുള്ളൂ. അതാണ് അതിന്റെ റൂള്. അറ്റ് 5 o'clock yesterday evening I dash for the bus. ഇന്നലെ 5 മണിക്ക് ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ
ഐ വാസ് വെയിറ്റിംഗ്. ഐ വേർ വരേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് അല്ലേ. ഐ വെയിറ്റ് ഫോർ ദ ബസ് എന്ന് പറഞ്ഞാൽ അത് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാനായിട്ട് വെയിറ്റിംഗ് ഫോർ ദ ബസ് വേണം. ING ഫോം ഓഫ് ദ വേർബ് ആണ് വേണ്ടത്. ഐ വാസ്, ഞാൻ ഇന്നലെയാ കാത്തിരുന്നത് അല്ലേ, ഞാൻ ഇപ്പോഴും കാത്തിരുന്നുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ വാസ് വെയിറ്റിംഗ് ആണ് വേണ്ടത്, വെറും വെയിറ്റിംഗ് അല്ല. ഓക്കെ, അറ്റ് 5 o'clock yesterday evening I was waiting for the bus. സ്പെസിഫിക് പോയിന്റ് ഇൻ ദ പാസ്റ്റിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വാസ് ഓർ വേർ പ്ലസ് വേർബ് പ്ലസ് ING ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഡാഷ് ഇൽ ഫോർ 2 weeks ഷീ ഈസ് സ്റ്റിൽ ഇൻ ഹോസ്പിറ്റൽ. ആൻഡ് ഡാഷ് ഇൽ ഫോർ 2 weeks ഷീ ഈസ് സ്റ്റിൽ ഇൻ ഹോസ്പിറ്റൽ. അവൾ ഇപ്പോഴും ഹോസ്പിറ്റലിലാണെങ്കിൽ ഹാഡ് ബീന് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അതല്ല പ്രസന്റ് പെർഫെക്റ്റ് വേണം. വാസ് പാസ്റ്റ് ആണ്, ഈസ് ഇപ്പോഴും ആണ്, പക്ഷേ അത് പഴയ കാര്യത്തിനെ സൂചിപ്പിക്കുന്നില്ല. ഹാസ് ബീൻ. അപ്പൊ ആൻസർ ഡി ആണ് വരുന്നത്. ആൻഡ് ഹാസ് ബീൻ ഇൽ ഫോർ 2 weeks. ഹാസ് ബീൻ. ഷീ ഈസ് സ്റ്റിൽ ഇൻ ഹോസ്പിറ്റൽ. ഇപ്പോഴും ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ് ഹാസ് ബീൻ വരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ബീൻ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഡാഷ് ഇൻ ദ ആഫ്റ്റർനൂൺ ഇസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ. ഇവിടെ എന്താ വരേണ്ടത്? ജെറണ്ട വരേണ്ടത്. ജെറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വേർബ് പ്ലസ് ING ഫോമിലുള്ള ഒരു വേർഡിനെ നമ്മൾ നൗൺ ആക്കി എടുക്കുന്നതാണ് ജെറണ്ട് എന്ന് പറയുന്നത്. സ്ലീപ്സ് ഇൻ ദ ആഫ്റ്റർനൂൺ, സ്ലെപ്റ്റ് ഇൻ ദ ആഫ്റ്റർനൂൺ, സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ. കറക്റ്റ് ഫോം സ്ലീപ്പിംഗ് ആണ്. ഓക്കെ, സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ ആണ് വരേണ്ടത്. ജെറണ്ട് ആണ്, വേർബ് പ്ലസ് ING. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. They will have to dash if they want to catch the train. അവർക്ക് ആ ട്രെയിൻ പിടിക്കണമെങ്കിൽ അവർ ഓടണം. അവർ ഓടിക്കൊണ്ടേയിരിക്കണമല്ല. അവർ ഇന്നലെ മിനിഞ്ഞാന്ന് ഓടിയാൽ പോരാ, അവർ ഇന്നലെ ഓടിയാൽ പോരാ. അപ്പൊ പാസ്റ്റ് എന്തായാലും വരില്ല. They have to run. Have toന് ശേഷം റൺ ആണ് വരേണ്ടത്. ബേസ് ഫോം ഓഫ് ദ വെർബേ യൂസ് ചെയ്യുള്ളൂ have toന് ശേഷം. ഓക്കെ, അടുത്തത് ദ ഫാക്സ് ഡാഷ് അണ്ടിൽ ടുമോറോ മോർണിംഗ്. നോട്ട് സെൻഡ് ആണ്. നോട്ട് സെൻഡ് നാളെ രാവിലെ വരെ ഈ ഫാക്സ് അയക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ വിൽ നോട്ട് സെൻഡ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ വോണ്ട് ബി സെൻഡ്. വിൽ പ്ലസ് നോട്ട് എന്ന് പറയുന്നത് വോണ്ട് ആണ്. ആർ പ്ലസ് നോട്ട് അല്ല, നോട്ട് ബി അല്ല, ഈസ് നോട്ട് അല്ല, വോണ്ട് ബി. ഒരു ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കുന്നത് കൊണ്ട് അവിടെ വില്ലാണ് വരേണ്ടത്. won't be sent. The facts won't be sent, not sent. We need a negative form. Facts അയക്കില്ല എന്ന് പറയുന്നത് will not plus be, won't be ഫോമിൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിനി ടെൻസസ് ആൻഡ് കണ്ടീഷണൽ സെന്റൻസസ് എടുക്കാം. ഓക്കെ, അപ്പൊ ടെൻസസിൽ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു? ഇപ്പോൾ 18 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ടെൻസസ് ആൻഡ് കണ്ടീഷണൽ സെന്റൻസസിൽ ഒരു 7 ക്വസ്റ്റ്യൻസും കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ടെൻസസിന് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതിനകത്ത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റും വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് അതിന്റെ ടെൻസിലൊക്കെ കുറച്ച് കൂട്ടാം. ഈസ് ആണോ ആറാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസിൽ എന്താണ്? 3 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെന്റൻസസ് ആണോ എന്നുള്ളത്. ഒന്നൊരു സിമ്പിൾ പ്രസന്റിനെ, സംഭവിക്കാവുന്ന ഒരു കാര്യത്തിനെ സൂചിപ്പിക്കുന്നത്. അവിടെ എന്തായിരിക്കും? കീവേഡ് വില്ലായിരിക്കും. ഓക്കെ, ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണെങ്കിലോ ഇഫും വുഡും ആയിരിക്കും. വുഡാണ് അവിടെ കീവേഡ് വരുന്നത്. ഇനി ഒരു അൺറിയൽ സിറ്റുവേഷൻ അൺറിയൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഇഫും വുഡും, അതാണ് ഇമാജിനറി സിറ്റുവേഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷണൽ സെന്റൻസ് എന്താണ്? ഒരു പാസ്റ്റ് റിഗ്രറ്റ്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് പറയുന്നത് പാസ്റ്റ് റിഗ്രറ്റിനെ കുറിച്ചാണ്. അപ്പൊ അവിടെ എന്താണ്? വുഡ് ഹാവ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസിന്റെ കീവേഡ് വില്ലും, സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസിന്റെ കീവേഡ് വുഡും, തേർഡ് കണ്ടീഷണൽ സെന്റൻസിന്റെ കീവേഡ് വുഡ് ഹാവും ആയിരിക്കും. ഇതൊരു ഫ്യൂച്ചർ ആക്ഷൻ, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ആക്ഷനെ കാണിക്കുന്നതാണ് വില്ല്. ഇതൊരു എന്താണ്? അൺറിയൽ സിറ്റുവേഷൻ, ഒരു ഇമാജിനറി വേൾഡിനെ കാണിക്കുന്നതാണ് സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ്. തേർഡ് പാസ്റ്റ് റിഗ്രറ്റിനെ കാണിക്കുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു, ഇപ്പം എനിക്ക് അങ്ങനെ ഇല്ല കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ല. അതാണ് തേർഡ് കണ്ടീഷണൽ സെന്റൻസ്. ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. ഇഫ് യു ലേൺ വെൽ, നീ നന്നായി പഠിച്ചാൽ, യു ഡാഷ് ദി എക്സാം. ഇവിടെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് പറയുന്നത്. യു വിൽ പാസ് ദി എക്സാം എന്നാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ സിമ്പിൾ ഫ്യൂച്ചർ. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം പാസ്റ്റ് ടെൻസിലാണ്. കുഡ് പാസ്, കുഡ് പാസ്റ്റ്, കുഡ് ഹാവ് പാസ്റ്റ്, ഇതൊന്നും വേണ്ട. ക്യാൻ പാസ്. ഓക്കെ, കറക്റ്റ് ആൻസർ ക്യാൻ പാസ് ആണ്. ഇഫ് യു ലേൺ വെൽ യു ക്യാൻ പാസ് ദി എക്സാം. ഫസ്റ്റ് കണ്ടീഷണൽ ആണ്, സിമ്പിൾ ആണ്.
സിമ്പിൾ ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്. ഇഫും പ്രസന്റ് ടെൻസും വന്നാൽ വില്ലോ ക്യാനോ ബേസ് ഫോം ഓഫ് ദ വെർബും ആണ് വേണ്ടത്. 2, ഇഫ് യു ഇൻവൈറ്റ് മീ, നീ എന്നെ വിളിച്ചാൽ ഞാൻ വരും. ഐ വിൽ കം, നീ എന്നെ വിളിച്ചാൽ ഞാൻ വരും. അതും സിമ്പിൾ ആണ്, ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഓക്കെ, ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വിൽ കം ഫസ്റ്റ് കണ്ടീഷനിലാണ്, ഇഫും പ്രസന്റും ആണ്, വില്ലും ബേസ് ഫോം ഓഫ് ദ വെർബും മതി. അടുത്ത ക്വസ്റ്റ്യൻ, യു വിൽ ബി സിക്ക് അൺലെസ് യു വിൽ ബി സിക്ക്. നിനക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു മോശം സംഭവം വരാം. അൺലെസ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ്, സ്റ്റോപ്ഡ് സ്മോക്കിങ്ങോ, വിൽ സ്റ്റോപ്പ് സ്മോക്ക് വരില്ല. വിൽ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ing ഫോം ഓഫ് ദ വെർബ് വരണം. വിൽ സ്റ്റോപ്പ് സ്മോക്കിംഗ്, ഡി ആണ് കറക്റ്റ് ആൻസർ. You will be sick unless you stop smoking. Unless means if not, and if it follows the same rule as if. Unlessum present സിമ്പിളും വന്നാൽ ഫ്യൂച്ചർ റിസൾട്ടിനെയാണ് കാണിക്കുന്നത്. You do not stop smoking എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ, നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ, ഇത് ഏതാണ്? തേർഡ് കണ്ടീഷനിലാണ്. നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. അവിടെ കീവേഡ് എന്താണ്? വുഡ് ഹാവ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. വുഡ് ഹാവ് കം. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം. തേർഡ് കണ്ടീഷനിലാണ്. ഹാഡും പാസ്റ്റ് പാർട്ടിസിപ്പിളും വരുമ്പോൾ വുഡ് ഹാവും പാസ്റ്റ് പാർട്ടിസിപ്പിളും വരണം. ഇനി ഇഫ് ഐ ഹാഡ് വൺ ദ ഗെയിം, വീണ്ടും ഹാഡ് വൺ ദ ഗെയിം, ഞാൻ അത് ജയിച്ചിരുന്നെങ്കിൽ എന്താണ്? വുഡ് ഹാവ് ഗിവൺ യു എ പാർട്ടി, ഞാൻ നിനക്ക് പാർട്ടി തന്നേനെ. വുഡ് ഹാവ് ഗിവൺ. ഇഫ് ഐ ഹാഡ് വൺ ദ ഗെയിം ഐ വുഡ് ഹാവ് ഗിവൺ യു എ പാർട്ടി. തേർഡ് കണ്ടീഷനിലാണ്. ഇഫും ഹാഡും V3, വുഡും ഹാവും V3യും വരണം. ഓക്കെ, അടുത്തത് ഇഫ് യു ഹാഡ് അറ്റൻഡഡ് ദ കോച്ചിങ്, വീണ്ടും തേർഡ് കണ്ടീഷനിലാണ്. യു വുഡ് ഹാവ്, ഇവിടെ കോമഡി എന്താന്ന് വെച്ചാൽ ഇതിന് കറക്റ്റ് ആൻസർ ഇല്ല. യു വുഡ് ഹാവ് വിൻ ദ മാച്ച് എന്നുള്ള വല്ലാത്തൊരു ഗ്രാമാറ്റിക്കൽ കോമ്പോസിഷൻ ആണ്. PSCക്ക് എത്താൻ കഴിഞ്ഞ ഏറ്റവും ക്ലോസസ്റ്റ് സ്റ്റേറ്റ്മെന്റ് യു വിൽ വിൻ ദ മാച്ച് അല്ല, യു കുഡ് വിൻ ദ മാച്ച് അല്ല. നമുക്കറിയാം ഇഫ് യു ഹാഡ് അറ്റൻഡഡ് ദ മീറ്റിംഗ്, അറ്റൻഡഡ് ദ കോച്ചിങ്, യു വുഡ് ഹാവ്, ഇവിടെ കീവേഡ് വരുന്നത് വുഡ് ഹാവ് ആണ്. പക്ഷെ ബാക്കി വാക്കുകളൊക്കെ വല്ലാത്തൊരു കോമ്പോസിഷനിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റാണ്. തേർഡ് കണ്ടീഷനിലാണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ യു വുഡ് ഹാവ് വൺ ദ മാച്ച് എന്നായിരുന്നു വരേണ്ടത്. ഇഫ് യു ഡാഷ് ദ വർക്ക്, സിമ്പിൾ ആണ്. യു ക്യാൻ ഗോ. ഇഫ് യു കംപ്ലീറ്റ് ദ വർക്ക്, സിമ്പിൾ വേർഡ് എടുത്താൽ മതി, ബേസ് ഫോം ഓഫ് ദ വേർബ് എടുത്താൽ മതി. ഇഫും പ്രസന്റ് സിമ്പിളും ആണെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് ബേസ് ഫോം ഓഫ് ദ വേർബ്, ക്യാനോ വില്ലോ ബേസ് ഫോം ഓഫ് ദ വേർബും ആണ് വേണ്ടത്. ഫസ്റ്റ് കണ്ടീഷനിലാണ് വരേണ്ടത്. അതുകൊണ്ട് ഇഫ് യു കംപ്ലീറ്റ് ദ വർക്ക്, നീ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ നീ പൊക്കോ, നിനക്ക് പോകാൻ പറ്റും, അതാണ് അവിടെ പറയുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 3 കണ്ടീഷണൽ സെന്റൻസുകൾ. അതിനകത്ത് രണ്ടാമത്തെ കണ്ടീഷനിൽ നമുക്കൊന്നും ഈ വർഷം കിട്ടിയില്ല തൽക്കാലം. പക്ഷെ രണ്ടാമത്തെ കണ്ടീഷനിലും ക്വസ്റ്റ്യൻസ് വരാം. തേർഡ് കണ്ടീഷനിലാണ് എല്ലാവരും ക്വസ്റ്റ്യൻസ് ഇട്ട് കളിക്കുന്നത്. നല്ലൊരു ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവർ തേർഡ് കണ്ടീഷനിലിടും. തീരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനിലിടും. അപ്പോൾ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഇഫ് ഐ ഹാഡ് ഡൺ ദാറ്റ്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ വുഡ് ഹാവ് ആണ് വരേണ്ടതെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ബാക്കി എല്ലാം സിമ്പിൾ ആണ്. അപ്പോൾ ടെൻസസും കണ്ടീഷണൽ സെന്റൻസസും ആണ് ഇന്ന് എടുത്തത്. അതിൽ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി എടുക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡിന് വെയിറ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാം കൂടുതൽ ക്വസ്റ്റ്യൻസ്. സോ ബൈ.